ആണികളിൽ മാത്രമാണ് ശരീരം താങ്ങി കിടക്കുന്നത്. പല ഫോട്ടോകളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നത് കെട്ടൊന്നുമില്ല, ആണികളിൽ മാത്രമാണ്. ഈ ആണികളിൽ മാത്രം ഈ ശരീരം മുഴുവൻ, ഭാരം മുഴുവൻ താങ്ങി കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ആ പ്രാണൻ പിടിക്കുന്ന പ്രാണം, മരണ പ്രാണം എത്ര സഹിക്കാൻ പറ്റുമെന്ന് സങ്കല്പിച്ച് നോക്കി. ഇത്രയൊക്കെ നമ്മുടെ കർത്താവ് സഹിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് നാം ഓർക്കണം. മണിക്കൂറുകളോളം അവൻ പീഡ സഹിക്കുകയാണ്, അടികൊള്ളുകയാണ്. നമ്മൾ ആദ്യം കണ്ടതാണ്, അവനെ പടയാളികൾ അടിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ മറിഞ്ഞു വിടാതിരിക്കാൻ തോണിയിൽ കെട്ടിപ്പിടിച്ചു എന്ന് കാരണം പറയപ്പെട്ടു. ഇത്രയേറെ അപമാനവും വേദനയും പീഡനവും സഹിച്ചു നമ്മുടെ കർത്താവ് ഇപ്പോൾ കുരിശിൽ കിടക്കുകയാണ്. നഗ്നനായി അവനെ കുരിശിൽ തറച്ചപ്പോൾ തന്റെ സൃഷ്ടാവ് കുരിശിൽ കിടക്കുമ്പോൾ അവനെ നഗ്നത കാണാതിരിക്കുകയാണ്. പ്രകൃതിയുടെ സംരക്ഷിക്കുവാൻ സൂര്യൻ അന്ധകാരപ്പെട്ടു എന്ന് വേദപുസ്തകം നമ്മുടെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുകയും നമ്മുടെ നഗ്നത കാണാതിരിക്കാൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടം സഹിച്ചുവെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നഗ്നനായെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഓരോ കണക്കും ദൈവസന്നിധിയിൽ ഏറ്റുപറയപ്പെടേണ്ടതാണ്. ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ 3 സ്ത്രീകളിരിപ്പുണ്ട്. ഒന്ന് മഗ്ദലക്കാരത്തി മറിയ, 2 കർത്താവിന്റെ അമ്മ മറിയ, 3 മറ്റൊരു മറിയ. 3 മറിയമായിരിക്കുന്നു. കന്യക മറിയ ആ കുരിശിനെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ആ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് കൂടെ ഇരിക്കാം. കർത്താവേ, ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ ചെയ്ത തെറ്റുകൾ, ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ ഇന്ന് പകൽ മുഴുവൻ കട്ടിക്കൊണ്ടത്. എന്റെ ശരീരത്തെ ഒഴിവുചാലുകൾ പോലെ കീറിക്കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണല്ലോ കർത്താവേ. എന്നിട്ടും നാഥാ, ഓരോ ദിവസവും ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്ത് കൂട്ടുകയാണല്ലോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ എത്രമാത്രം പാപം ചെയ്ത് കൂട്ടിയിട്ടും നീ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. നീ ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച്, ഞങ്ങൾ പറയുന്ന വാക്കുകളെ കുറിച്ച്, ഞങ്ങൾ അവകാശിക്കുന്ന നിരൂപണങ്ങളെ കുറിച്ച് സകലം നീ അറിഞ്ഞിട്ടും എന്റെ ദൈവമേ, നീ ഞങ്ങളോട് പകരം ചോദിച്ചില്ലല്ലോ. നീ എന്നിട്ട് ഞങ്ങളെ സമൃദ്ധിയായി പരിപാലിച്ചു. വീണ്ടുപോകാവുന്ന സന്ദർഭങ്ങളിലൊക്കെ നീ ഞങ്ങളെ കരം പിടിച്ചു ഉയർത്തി. എന്റെ അപ്പച്ച, ഇപ്പോൾ ഞങ്ങൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇരിക്കട്ടെ. നിന്റെ അമ്മയുടെ ഹൃദയവേദന ഞങ്ങളത് മനസ്സിലാക്കട്ടെ.